ഹലോ വെൽക്കം ടു ഹാഡ് ഡോട്ട്സ്. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരെയാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ് ഈ 3 ടെൻസസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വയ്ക്കുക. അതുപോലെ ഇഷ്ടമായാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഹാസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഹാവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ബീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുൻപ് ടെൻസ് എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള വീഡിയോയിൽ ഈ ബീനിൻ്റെ ഫോമും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഈ വെർബിൻ്റെ ING ഫോമിനെ നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം ഇതാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഇതാണ്: ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഹാസും ഹാവും സബ്ജക്റ്റ് അനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഓക്കെ, ഇനി ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞത് എന്തായിരുന്നു? ഭൂതകാലത്തിലെ ഏതോ ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആരംഭിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഫിനിഷ് ചെയ്യപ്പെടുക, പൂർത്തിയായി പോയ ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവൃത്തികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ ഏതോ ഒരു സമയത്ത് ആരംഭിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റിലെ പോലെ തന്നെ ഭൂതകാലത്തിൽ ഏതോ ഒരു സമയത്ത് ആരംഭിച്ചു ആൻഡ് അത് തുടർന്നുകൊണ്ടേയിരുന്നു, നമ്മൾ പറയുന്ന സമയത്തും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് ഭൂതകാലത്തിൽ ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു എക്സാമ്പിളാണ്: ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. അതായത് രാവിലെ തൊട്ട് മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയുന്ന സമയത്തും മഴ തുടരുകയാണ്. രാവിലെ തൊട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്തും മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു സെൻസിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പ്രസൻറ്റ് പെർഫെക്റ്റിലെ പോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സിൻസും ഫോറും ഉപയോഗിക്കാറുണ്ട്. സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് ഓഫ് ടൈം, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം എടുത്ത് പറയുമ്പോഴേക്കും നമ്മൾ സിൻസ് ഉപയോഗിക്കും. ഒരു പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം, അതോ അല്ലെങ്കിൽ ഒരു കാലയളവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കും. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ: ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് യു. അതായത് ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഐ സബ്ജക്റ്റ് നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. തിങ്ക് എന്നുള്ളതിൻ്റെ ING ഫോമാണ് തിങ്കിങ്. ഓക്കെ, അതായത് ഞാൻ പാസ്റ്റിൽ കഴിഞ്ഞ ഏതോ ഒരു സമയത്ത് തുടങ്ങി ഇപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക: ദേ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് സിൻസ് 2010. അതായത് 2010 തൊട്ട് അവർ ദുബായിൽ ജീവിക്കുകയാണ്. ഇവിടെ സിൻസ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? 2010 എന്നുള്ള ഒരു പെർട്ടിക്കുലർ ടൈം, ആ ഒരു പ്രത്യേക സമയം അതെടുത്ത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പെർട്ടിക്കുലർ ടൈം, പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നു, ബീൻ ലിവിങ്. ഓക്കെ, ലിവിങ് എന്ന് പറഞ്ഞാൽ ലിവ് എന്നുള്ളതിൻ്റെ ING ഫോമാണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് ലിവിങ് എന്നുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ തന്നെ നമ്മൾ ഫോർ ഉപയോഗിച്ചാൽ എങ്ങനെ വരും നോക്കാം. ദേ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years. 10 വർഷം എന്ന് പറഞ്ഞാൽ അതൊരു കാലയളവാണ്, ഒരു ഡ്യൂറേഷനാണ് അല്ലേ. അതായത് എത്ര, ഹൗ ലോങ് എന്നുള്ളതാണ് ഫോർ എന്നുള്ളതിൻ്റെ മീനിങ്. അതായത് എന്തുമാത്രം സമയം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നു, ബീൻ പ്ലസ് ലിവിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ദാറ്റ് ഇസ് ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years. 10 വർഷമായിട്ട് അവർ ദുബായിൽ താമസിക്കുകയാണ്. സിൻസ് 2010, 2010 തൊട്ട് അവർ താമസിക്കുകയാണ്. ഫോർ 10 years, 10 വർഷമായിട്ട്. ഓക്കെ, അതാണ് സിൻസിൻ്റെയും ഫോറിൻ്റെയും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക: ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. അതായത് അവൾ 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതായത് 2 മണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു കാലയളവാണ്, സമയത്തിൻ്റെ ആ ഒരു ഡ്യൂറേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് വന്നു, പ്ലസ് ബീൻ പ്ലസ് വെയിറ്റ് എന്നുള്ളതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വെർബിൻ്റെ ING ഫോമാണ് വെയിറ്റിംഗ്. ക്ലിയർ? ഇനി അത് സെയിം സെൻറ്റൻസ് തന്നെ, സെയിം എക്സാമ്പിൾ തന്നെ സിൻസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് 8 o'clock, അല്ലെങ്കിൽ സിൻസ് 9 o'clock, അല്ലെങ്കിൽ 12 o'clock. ഏത് സമയം തൊട്ടാണോ, ആ ഒരു പെർട്ടിക്കുലർ ടൈം തൊട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സിൻസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ഷീ സിംഗുലർ ആയതുകൊണ്ട് ഹാസ്, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു, പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
ഇനി പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇവിടെ V2 അല്ലെങ്കിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വരുന്നത്. പിന്നെ എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയത്ത് കഴിഞ്ഞു പോയ ആക്ഷൻസിനെ അല്ലെങ്കിൽ പ്രവൃത്തികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ പറയുമ്പോൾ ആ പ്രവൃത്തി നടന്ന സമയത്തെ കൂടെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്, അതായത് പറയാറുണ്ട്. ഓക്കെ, പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും പാസ്റ്റ് സിമ്പിളും അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുമായിട്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും ഇതേ ഉപയോഗം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ നമ്മൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരിക്കലും അവിടെ സമയത്തെ മെൻഷൻ ചെയ്യാറില്ല, ആ പ്രവൃത്തി നടന്ന സമയത്തെ നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. പക്ഷേ പാസ്റ്റ് സിമ്പിളിൽ നമ്മൾ ആ സമയം, അതായത് ആ പ്രവൃത്തി നടന്ന സമയം എന്താണോ ഏതാണോ ആ സമയത്തെ കൂടെ നമ്മൾ എടുത്ത് പറയാറുണ്ട്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. യു വെയർ ഹാപ്പി യെസ്റ്റർഡേ. ഓക്കെ, ഇവിടെ യെസ്റ്റർഡേ എന്നുള്ള സമയമാണ്, അതായത് നീ ഇന്നലെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ടിരുന്ന സമയത്തെയാണ് നമ്മൾ യെസ്റ്റർഡേ, ഇന്നലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ സെൻറ്റൻസിൽ ആ ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി നടന്ന സമയത്തെ കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡൗട്ട് വരുന്നത് വേറെന്നുള്ളത് ഓക്സിലറി വെർബ് അല്ലേ എന്ന് ചോദിക്കാം. വേറെ ഓക്സിലറി വെർബാണ്, പക്ഷേ ഈ സെൻറ്റൻസിൽ വേറെ മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ബിയുടെ പാസ്റ്റ് ഫോംസാണ് വോസും വേറും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ടെൻസിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ക്ലിയർ. ഇനി ഇവിടെ സബ്ജക്റ്റ് യു എന്നുള്ളത് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് വേറെ ഉപയോഗിച്ചത്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നെങ്കിൽ നമ്മൾ വാസ് ഉപയോഗിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മീര വാസ് ഹാപ്പി യെസ്റ്റർഡേ. അപ്പോൾ മീര സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ വാസ് ഉപയോഗിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഷീ പാസ്ഡ് SSLC ഇൻ 2018. അതായത് അവൾ 2018 SSLC പാസ്സായി. ഇവിടെയും സമയം വ്യക്തമാണ്, 2018. അവൾ എപ്പോഴാണ് പാസ്സായെന്ന് വെച്ചാൽ 2018. ഓക്കെ, ഇനി ഈ സെൻറ്റൻസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞിരുന്നെങ്കിൽ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമായിരിക്കും. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 എന്നുള്ളതാണ്. ഇവിടെ ഷീ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഷീ ഹാസ് പാസ്ഡ് SSLC. അപ്പോൾ അവിടെ ഈ ടൈം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പാസ്റ്റ് സിമ്പിളിലായതുകൊണ്ട് നമ്മൾ സമയം പറയണം. ക്ലിയർ. അടുത്ത സെൻറ്റൻസ്, ദേ സെറ്റിൽഡ് ഇൻ ആലപ്പി 12 years ago. അതായത് 12 വർഷം മുൻപ് അവർ ആലപ്പുഴയിൽ സെറ്റിലായി എന്ന് പറയുമ്പോൾ അവർ ആലപ്പുഴയിൽ സെറ്റിലായ സമയമാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 12 വർഷം മുൻപ്. ഏത് സമയത്താണോ അവരവിടെ സെറ്റിലായത് ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. അതായത് 12 വർഷം മുൻപ് എന്നുള്ളത് ഒരു സമയമാണ്, ആ സമയത്താണ് ഈ ആക്ഷൻ സംഭവിച്ചത്. ക്ലിയർ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ, ഹെർ ഫാദർ ലോസ്റ്റ് ഹിസ് ജോബ് വെൻ പ്രിയ വാസ് ഓൺലി 12. അതായത് പ്രിയയ്ക്ക് 12 വയസ്സ് മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ് അവളുടെ അച്ഛന് ജോലി നഷ്ടമായത്. ഇവിടെയും ഇതും നമ്മൾ പ്രിയ വാസ് ഓൺലി 12, അതായത് പ്രിയയ്ക്ക് 12 വയസ്സുണ്ടായിരുന്നപ്പോൾ എന്ന് പറയുന്നത് ഈ പ്രവൃത്തി നടന്ന സമയമാണ്. അതായത് നമ്മളിവിടെ നോക്കിയാൽ വെൻ എന്നുള്ള ഒരു റിലേറ്റീവ് പ്രോനൗൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, വെൻ എന്ന് പറഞ്ഞാൽ സമയത്തെ കാണിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. എപ്പോഴാണോ അപ്പോൾ എന്നുള്ളതാണ് വെൻ എന്നുള്ള റിലേറ്റീവ് പ്രോനൗണിൻ്റെ ശരിക്കുള്ള മീനിങ്. അതായത് ഈ സെൻറ്റൻസ് മൊത്തത്തിൽ നമുക്കപ്പോൾ ഇങ്ങനെ പറയാം. അതായത് എപ്പോഴാണോ പ്രിയയ്ക്ക് 12 വയസ്സുണ്ടായിരുന്നത് അപ്പോഴാണ് അവളുടെ അച്ഛന് ജോലി നഷ്ടമായത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, റിലേറ്റീവ് പ്രോനൗൺ വെൻ വന്നിരിക്കുന്നത് ഇവിടെ സമയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് പാസ്റ്റ് സിമ്പിളിലാണ്. ഇനി നമ്മൾ നേരത്തെ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ കുറച്ച് ടൈം മാർക്കേഴ്സ് ഉണ്ട്, അതായത് കുറച്ച് കീവേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ഇൻ 1990. അതായത് ഏതെങ്കിലും ഒരു ഇയർ പർട്ടിക്കുലറായിട്ട് എടുത്ത് പറയുമ്പോൾ, അതുപോലെ പ്രീവിയസ്, ഫോർമർ, അതുപോലെ എഗോ, ഇതൊക്കെ നമ്മൾ പറയുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് വെർബിൻ്റെ ING ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇനി എപ്പോഴാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയത്ത് തുടർന്നിരുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തിരുന്ന ആക്ഷൻസ് അഥവാ പ്രവൃത്തികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ ആക്ഷൻസിനെ, പാസ്റ്റ് കണ്ടിന്യൂസ് തുടർന്നിരുന്ന ആക്ഷൻസിനെ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അറ്റ് 10:30 AM ഐ വാസ് സ്റ്റഡിയിങ്. അതായത് രാവിലെ 10:30 ഞാൻ പഠിക്കുകയായിരുന്നു. വാസ് സ്റ്റഡിയിങ് തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ സ്ട്രക്ചർ ഇതാണ്. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇവിടെ I എന്നുള്ളത് പ്ലൂറൽ ആണെങ്കിലും പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ടേക്കണം. അപ്പോൾ ഐ വാസ് പ്ലസ് വെർബിൻ്റെ ING ഫോം, ദാറ്റ് ഇസ് സ്റ്റഡി എന്നുള്ളതിൻ്റെ ING ഫോമാണ് സ്റ്റഡിയിങ് എന്നുള്ളത്. ക്ലിയർ. രണ്ടാമത്തെ എക്സാമ്പിൾ, ദേ വെയർ പ്ലേയിങ്. അവർ കളിക്കുകയായിരുന്നു.
ഇവിടെയും വെയർ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. ഐ വാസ് റീഡിങ് എ നോവൽ വെൻ മൈ ഫാദർ കെയിം. അതായത് എൻ്റെ അച്ഛൻ വന്നപ്പോൾ ഞാനൊരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആ സമയത്ത് അച്ഛൻ വന്ന ആ സമയത്ത് തുടർന്നിരുന്ന ഒരു പ്രവൃത്തിയാണ് നോവൽ വായിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞിരിക്കുന്ന വാസ് പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇനി ഈ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ ഇവിടെ 2 ആക്ഷൻസ് കാണാൻ സാധിക്കും. അതായത് നോവൽ വായിക്കുക എന്നുള്ള ആക്ഷനും അതുപോലെ അച്ഛൻ വന്നു എന്ന് പറയുന്ന 2 ആക്ഷൻസ്, രണ്ടും പാസ്റ്റ് ടെൻസിൽ ഭൂതകാലത്തിൽ നടന്ന 2 ആക്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആദ്യത്തേത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും രണ്ടാമത്തേത് പാസ്റ്റ് സിമ്പിൾ. കെയിം എന്നുള്ളത് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. കം, കെയിം, കം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ V2 ഫോം അതായത് പാസ്റ്റ് സിമ്പിൾ ഫോമിലാണ് രണ്ടാമത്തെ ആക്ഷൻ നമ്മൾ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് നോവൽ വായിക്കുക എന്നുള്ള ആക്ഷൻ തുടർന്നിരുന്ന പ്രവൃത്തി, അതായത് ഒരു ദൈർഘ്യമേറിയ പ്രവൃത്തിയെ കാണിക്കുകയാണ്. ഓക്കെ, അതേസമയം അച്ഛൻ വരിക എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയത്ത് നടന്ന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ 2 പാസ്റ്റ് ആക്ഷൻസ് വരുമ്പോൾ ദൈർഘ്യമേറിയ പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതുപോലെ തന്നെ ചുരുങ്ങിയ പ്രവൃത്തി അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്ത് നടന്ന പ്രവൃത്തി അതും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പ്രവൃത്തിയെ കാണിക്കാനായിട്ട് നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസുമാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഓക്കെ.